ഞാൻ ഒരു മാതാവിൻ്റെ വിശ്വാസിയല്ലായിരുന്നു. കാരണം എൻ്റെ വിചാരം ഈശോ അത്രയും സ്നേഹമുള്ള കൈനീട്ടി നിൽക്കുന്ന നാഥനാണ്. പിന്നെ ഞാൻ എന്തിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഒരു വൈറ്റിഷ് നിപ്പിളിലൂടെ വൈറ്റിഷ് ഡിസ്ചാർജ് വരികയും അതിശക്തമായ വേദനയും വരികയാണ്. എനിക്ക് കൈ ഒന്നും ഉയർത്തുവാനോ ഒന്നും പറ്റുന്നില്ല. ഈ മെഡിക്കൽ കോളേജിൽ ചെന്നു, സാമ്പിൾ വിട്ടു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് ബയോപ്സി ചെയ്യണം, സ്കാൻ ചെയ്യണം, ഇതിനകത്ത് എന്തോ ഉണ്ട്, നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. എനിക്ക് എന്തെങ്കിലും വന്ന ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? ആ ഒരു ഇതിൽ ഞാനങ്ങ് വളരെയധികം ഡെസ്പായി പോയി. എൻ്റെ അമ്മ കൃപാസന മാതാവിൻ്റെ വളരെ ഭക്തിയാണ്. ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ്, ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ആലയത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഞാൻ പോയില്ല. ഞാൻ എൻ്റെ അമ്മയോട് തർക്കിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ 3 പ്രാവശ്യം മാതാവ് എൻ്റെ മുന്നിൽ തെളിഞ്ഞിട്ട് നിന്റെ മുഖം കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം മാതാവ് നിന്നെ തൊട്ടു എന്നാണെന്ന്. ഞാൻ പറഞ്ഞു, അമ്മയുടെ വിശ്വാസം അമ്മച്ചിയെ രക്ഷിക്കട്ടെ. എൻ്റെ ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കണം, എന്താണ് തൻ്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് കൈ പൊക്കാൻ വയ്യ, എൻ്റെ ഈ ബ്രസ്റ്റിൽ നിന്ന് വൈറ്റ് കളറിലെ തൈര് പോലുള്ള ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞങ്ങളൊരു കാര്യം പറയട്ടെ, തൻ്റെ ബ്രസ്റ്റ് നോർമൽ ബ്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് കാണിക്കുന്നത്. ഒരു സെക്രീഷനോ ഒരു മുഴയോ ഒന്നും തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. കൈ അനക്കി നോക്കിയപ്പോൾ എനിക്ക് വേദനയില്ല. സർജൻ എന്നെ എക്സാമിൻ ചെയ്തു. ആ സർജൻ തന്നെയാണ് എനിക്ക് ഡ്രസ്സിങ് വെച്ച് തന്നത്. പക്ഷേ ആ സമയത്ത് നോക്കിയപ്പോൾ വേദനയും മാറി, സെക്രീഷനും മാറി. ഓൺ ദ സ്പോട്ടിൽ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം അത്രയും നേരം ആ ഡ്രസ്സിങ്ങിനകത്ത് നനഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ സ്പോട്ടിൽ എല്ലാം അപ്രത്യക്ഷമായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഡോക്ടറിനും വിശ്വസിക്കാൻ പറ്റില്ല. ഡോക്ടറിനോട് ഞാൻ ചോദിക്കാം, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡോക്ടർ ഡ്രസ്സിങ് ഊരി കളഞ്ഞിട്ട് പറയും, ഇനി വീട്ടിൽ പോക്കോളെ. എനിക്കിതൊന്നും നടക്കത്തില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. കാരണം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലാരുമില്ല, അതിൻ്റെ കൂടെ എനിക്ക് പഠിക്കണം, എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോഴാണ് എനിക്ക് മാതാവിൻ്റെ പാട്ട് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. അതിനോടൊപ്പം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിങ്ങനെ എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. അവസാനം 12:30 എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് ചെവി മൂടുന്നു, പില്ലോ എടുത്ത് തലയിൽ വയ്ക്കുന്നു. എനിക്ക് തല മൊത്തം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ എത്തി ഈ മാതാവിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നെ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞതും എൻ്റെ ചെവിയിലെ പാട്ട് നിന്ന്. ഉടമ്പടി എടുത്ത് പ്രദക്ഷിണമായിട്ട് ഇവിടെ വന്നു. ഈ ചുമന്ന കാർപ്പറ്റിൽ കാല് മുട്ടിയപ്പോൾ തന്നെ വൈബ്രേഷനാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ മറിഞ്ഞ് വീണ് പോകുന്നു. അതുപോലെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാണ്. ഞാൻ നേരെ നോക്കിയപ്പോൾ കാണുന്നത് മാതാവ് രൂപക്കൂട്ടി നിൽക്കുന്നതല്ല കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് മാതാവ് പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഞെട്ടുകുത്തി നിന്ന് വാഗ്ദാന പേടകത്തിന്റെ മുന്നിൽ നിന്നപ്പോൾ മാതാവ് ഇങ്ങനെ പുറത്ത് നിൽക്കുക. ഹെഡിൽ തലയിലൂടെ കാല് വരെ ഒരു കറണ്ട് പാസ് ചെയ്ത ഫീലായിരുന്നു.